അപ്പോൾ പിടിച്ചോ, നേരത്തെ പിടിച്ച പോലെ പിടിച്ചോ. ഇത് ഞങ്ങളുടെ ദീപാവലി സെലിബ്രേഷൻ വീഡിയോ ആണ്. സാധാരണ ദീപാവലി ഞങ്ങൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറൊന്നുമില്ല, പക്ഷേ ശാസ്ത്രമുള്ളത് കാരണം ഇതൊക്കെ അവനൊരു രസമായിരിക്കുമല്ലോ എന്ന് കരുതി ചെറിയ രീതിയിൽ ചിരാതൊക്കെ ഒന്ന് കത്തിക്കാമെന്ന് കരുതി. വേറെ കാര്യമായിട്ട് അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇതൊരു മൺഡേ ഈവനിങ് ആണ്. അന്ന് എനിക്ക് ഹോളിഡേ ആയിരുന്നു, പക്ഷേ സ്വാതിയേട്ടന് വർക്കിംഗ് ഡേ ആയിരുന്നു. അതുകൊണ്ട് ചിരാത് കത്തിക്കാമെന്ന് മാത്രമാണ് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ വൈകുന്നേരം ആയപ്പം സ്വാതിയേട്ടൻ്റെ അനിയനും വൈഫും എൻ്റെ അനിയത്തിയും ഹസ്ബൻഡും ഒക്കെ വന്നു. എല്ലാവരും വർക്കൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെയാണ് വന്നത്. ഒരു 7-8 മണിയൊക്കെ ആയി കാണും എല്ലാവരും എത്തിയപ്പോഴേക്കും. പക്ഷെ എന്നാലും ഒട്ടും വിചാരിക്കാതെ എല്ലാവർക്കും വരാൻ പറ്റി. ചെറിയ രീതിയിൽ ഞങ്ങൾക്കത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. ശാസ്തവനെ കൊണ്ട് തന്നെ കഴിയുന്നതും ഞാൻ ചിരാതൊക്കെ കൊളുത്തി അവനെ കൊണ്ട് തന്നെ മാക്സിമം കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു. ചിരാതൊക്കെ എടുത്തു വെച്ചത് ശാസ്ത്ര തന്നെയാണ്. അവനായിട്ടെല്ലാം ചെയ്യുമ്പം കുറച്ചുകൂടി അത് എൻജോയ് ചെയ്യാൻ പറ്റുമല്ലോ. ഞങ്ങളെ മെയിൻ ഡോറിൻ്റെ മുന്നിൽ ചെറിയൊരു തുളസിച്ചെടി ഉണ്ട്. അപ്പം അതിനോട് ചേർന്നും പിന്നെ ഒരു ഇൻവെർട്ടറിൻ്റെ ബോക്സൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെയൊക്കെ ആയിട്ട് കുറച്ച് ചിരാത് വെച്ചു. ഞാൻ പറഞ്ഞില്ലെങ്കിലും ശാസ്ത്രമെല്ലാം വളരെ ശ്രദ്ധിച്ചാണ് ചെയ്തിരുന്നത്. വളരെ സൂക്ഷിച്ചാണ് ചിരാതൊക്കെ എടുത്ത് വെച്ചിരുന്നത്. അതെടുത്തിട്ട് എവിടെ വെക്കണം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ അത് എടുത്തു വെക്കുന്നതിനേക്കാൾ സേഫായിട്ട് നിരക്കി കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ട് മോനെ അങ്ങനെ നിരക്കി കൊണ്ടുപോയിട്ടാണ് വെച്ചിരുന്നത്. അപ്പോൾ അതൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കാതെ തന്നെ അവനായിട്ട് അങ്ങനെ തോന്നി ചെയ്തതാണ്. അതുകൊണ്ടത് കുറച്ചുകൂടി സേഫായിട്ട് ചെയ്യാൻ പറ്റി. വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാവരും വരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ആശാൻ്റെ ഉറക്കമൊക്കെ പോയി. പിന്നെ നല്ല ആക്റ്റീവായിരുന്നു. സോനയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയൊരു ലൈറ്റ് വാങ്ങിയിരുന്നു. അപ്പോൾ അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ശാസ്ത്രവിനോട് തന്നെ ഓൺ ചെയ്യാൻ പറഞ്ഞപ്പം മൂപ്പർക്കത് നല്ല ഇഷ്ടമായി. അത് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് കളിച്ചു കുറച്ച് നേരം. എല്ലാ ലൈറ്റും എല്ലാം കൂടി വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ ക്യാമറയിൽ അതത്ര കറക്റ്റായിട്ട് കിട്ടിയില്ല. ക്ലാരിറ്റി ഒക്കെ ഇച്ചിരി കുറവുണ്ട്. പക്ഷെ നേരിട്ട് കാണാൻ കുറച്ചുകൂടി രസമുണ്ടായിരുന്നു. ശാസ്ത്രവിനോട് കൈകൂപ്പിയിരിക്കെ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പം മൂപ്പര് പോസ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ധ്രുവ നക്ഷത്രത്തിൻ്റെ സ്റ്റോറി ടി വിയിൽ കാണിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ ധ്രുവ് എന്ന് പറഞ്ഞ ആ മോൻ എങ്ങനെയാണ് തപസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഒറ്റക്കാലിൽ നിന്ന് എനിക്ക് തപസ് ചെയ്യുന്നത് കാണിച്ചു തരുന്നതാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കള്ളനോട്ടം നോക്കുന്നുണ്ട്. ഈ കള്ളനോട്ടം മൂപ്പരുടെ ഒരു ഹൈലൈറ്റാണ്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സോനയും വിഷ്ണുവൊക്കെ എത്തി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സുപ്രഭയും അർജുനും വന്നു. പിന്നെ ഞങ്ങൾ
ഞങ്ങൾ ദോശ പാഴ്സൽ വാങ്ങിയിട്ട് എല്ലാവരും കൂടി അത് കഴിച്ചു. പെട്ടെന്ന് പടക്കം പൊട്ടിക്കാം എന്നുള്ളൊരു തിടുക്കത്തിലായിരുന്നു, കാരണം ശാസ്താവിന് ഉറങ്ങേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോനയും വിഷ്ണുവൊക്കെ അവരുടെ ഫ്ലാറ്റിൽ ദിയൊക്കെ കത്തിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസാണിത്. ഇത് അവരുടെ ഫ്ലാറ്റിലെ ഫോട്ടോസാണ്. സോനു ഈ സാരി ഉടുത്തിട്ടാണ് വന്നത്. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ പടക്കമൊക്കെ കത്തിക്കാൻ പോകുമ്പോഴേക്കും ഡ്രസ്സ് മാറി. കാരണം സാരി ഉടുത്തുകൊണ്ട് പടക്കമൊക്കെ കത്തിക്കാൻ പോകുന്ന ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കുന്നു കരുതി ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് പോയത്. ഇത് ഞങ്ങളുടെ സായി ഗാർഡൻസിൻ്റെ തൊട്ടപ്പുറത്തുള്ള വില്ലയിലെ ദീപാവലി സെലിബ്രേഷനാണ്. അവരവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിരുന്നു. ഞങ്ങളെ ഫ്ലോറിൽ ലൈറ്റെല്ലാം ഓഫ് ചെയ്താൽ പോലും അവിടുത്തെ ലൈറ്റ് കാരണം നല്ല വെളിച്ചമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പടക്കവും കമ്പിത്തിരിയൊക്കെ കത്തിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ മാത്രമായിരുന്നില്ല, അപ്പുറത്തൊക്കെ കുറേ പേരുണ്ടായിരുന്നു. ശാസ്താവിന് കമ്പിത്തിരി കത്തിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഓർമ്മ വന്നത് കഴിഞ്ഞ വിഷുവാണ്. വിഷുവിന് ഞങ്ങൾ വയനാട്ടിലായിരുന്നു, എൻ്റെ വീട്ടിലായിരുന്നു. അപ്പം കമ്പിത്തിരി കത്തിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആശാൻ ആദ്യം പറഞ്ഞത്, നമ്മളന്ന് അച്ഛച്ചൻ്റെയും അമ്മമ്മയുടെയും കൂടെ അവിടെ ബത്തേരി വീട്ടിൽ കമ്പിത്തിരി കത്തിച്ചിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഓർമ്മയുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കാണുന്നത് ഇപ്പോഴാണ്. ശാസ്താവിന് ഞങ്ങൾ കയ്യിൽ കമ്പിത്തിരി കൊടുക്കുമ്പം കൈ പൊള്ളുന്നോ സൂക്ഷിക്കണമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അതിന് പകരം അത് കത്തി കൈയിൻ്റെ അടുത്ത് എത്താറാവുമ്പോൾ ഞങ്ങളത് മാറ്റിയിട്ട് വേറെ പുതിയൊരെണ്ണം കൊടുക്കും. അത് പൊള്ളുന്നതാണെന്ന് പറഞ്ഞാൽ ഒരു പേടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇപ്പം അവൻ്റെ കയ്യിലുള്ളത് ഓൾമോസ്റ്റ് കത്തി കൈയിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. അപ്പം ഞാൻ മെല്ലെ ഇത് വാങ്ങിയിട്ട് എൻ്റെ കയ്യിലുള്ള പുതിയ ഒരെണ്ണം കൊടുത്തു. നമ്മളൊന്നും പറയാതെ തന്നെ അവനത് വളരെ ശ്രദ്ധിച്ചാണ് പിടിച്ചിരുന്നത്. ചില സമയത്തുള്ള എക്സ്പ്രഷൻസൊക്കെ കാണാൻ നല്ല രസമാണ്. കമ്പിത്തിരിനേക്കാളും അതിൽ നിന്ന് പോകുന്ന പുകയാണ് ആശാന് കുറച്ചുകൂടി ഇഷ്ടമായത്. അത് ചന്ദനത്തിരി കത്തിക്കുമ്പോഴും അതിനകത്തുനിന്ന് പോകുന്ന പുകയിൽ കളിക്കാൻ നല്ല ഇഷ്ടമാണ്. ഞങ്ങളെല്ലാവരും ഇതൊക്കെ കത്തിക്കുന്ന തിരക്കിലാണെങ്കിലും ആരെങ്കിലും ഒരാൾ എപ്പോഴും അവനെ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇതൊട്ടും പ്ലാൻ ചെയ്യാതെയുള്ളൊരു ദീപാവലി സെലിബ്രേഷനായിരുന്നു. പക്ഷേ ശാസ്താവ് ഒരുപാട് എൻജോയ് ചെയ്തു. ഞങ്ങളെല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു.